അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആധ്യാത്മിക നടപ്പുശീലങ്ങളെ കറപുരളാത്ത ഹൃദയം കൊണ്ട് ആവിഷ്കരിച്ചെടുത്ത ചില വ്യക്തിത്വങ്ങളെ നമുക്ക് ചരിത്ര താളുകളിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ തൻ്റെ ദൈക്ഷണിക ജീവിതം കൊണ്ട് അതുല്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു മഹാമനീഷിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. ആകാശത്ത് നിന്ന് ഒരു മാലാഖ ഇറങ്ങി വന്ന് നിനക്ക് സ്വാതന്ത്ര്യം വേണോ, നിനക്ക് ഹിന്ദു മുസ്ലിം ഐക്യം വേണോ എന്ന് ചോദിച്ചാൽ ഈ അബുൽ കലാം പറയും, ഈ അബുൽ കലാം 1000 തവണ പറയും, എനിക്ക് ഹിന്ദു മുസ്ലിം മൈത്രി മതിയെന്ന്. അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി വളരെ അഹോരാത്രം പ്രയത്നിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു അബുൽ കലാം ആസാദ് അഥവാ മൗലാന അബുൽ കലാം മുഹീദ്ദീൻ അഹമ്മദ്. വെളിച്ചത്തിൻ്റെ വെളിച്ചം വിതറുന്ന ഒരു സൗഹാർദ്ദത്തിൻ്റെ റാന്തലുമായി കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു പണ്ഡിതൻ. 1888 നവംബർ 11 ഇന്നത്തെ സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ബഹുഭാഷയിലും അതുപോലെ മറ്റ് രചനകളിലുമൊക്കെ അഗാധമായ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയായിരുന്നു. ഉറുദു, പേർഷ്യൻ, ഹിന്ദി, ബംഗാളി, ഇംഗ്ലീഷ് തുടങ്ങിയ നിരവധി ഭാഷകൾ അദ്ദേഹം അതിൽ അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ദേശസ്നേഹം എന്ന ആ ഒരു വാക്ക് തൻ്റെ ഹൃദയാന്തരത്തിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതിനാലാവണം ആ ഒരു ദേശസ്നേഹം അദ്ദേഹത്തെ വല്ലാതെ അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നയിച്ചിരുന്നു. അങ്ങനെ 1923 35-ാം വയസ്സിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി അബുൽ കലാം ആസാദ് മാറുകയുണ്ടായി. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുൻനിര നേതാക്കളിൽ പ്രധാനിയായി കണക്കാക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ വംശീയ നയങ്ങൾക്കും സാധാരണ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങളോടുള്ള നഗ്നമായ ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച വ്യക്തിയായിരുന്നു അബുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായി നിയമിക്കപ്പെട്ടതും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിനായി ഭരണഘടനാ അസംബ്ലിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു മഹാനായ മൗലാന അബുൽ കലാം ആസാദ്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പ്രാഥമിക വിദ്യാഭ്യാസം, പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസം, അതുപോലെ ശാസ്ത്രീയ വിദ്യാഭ്യാസം, സർവകലാശാലകൾ തുടങ്ങി ഉന്നത പഠനത്തിനായുള്ള മുന്നോട്ടുള്ള യാത്രക്ക് ആവശ്യമായ എല്ലാവിധ നയങ്ങളും നടപടികളും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. പാർട്ടിയുടെ സജീവ നേതാവായിരുന്ന ഇദ്ദേഹം നിരവധി തവണ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ജയിലിൽ അടക്കപ്പെട്ട സമയത്ത് കൂടെയുള്ള നിവാസികളോട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, വളരെ പ്രസിദ്ധമായ വാക്കുണ്ട്. ഞാനൊരു മുസ്ലിമാണ്. 1300 കാലത്തെ ഇസ്ലാമിൻ്റെ മഹത്തായ പാരമ്പര്യം ലഭിച്ച ഒരു ഭാഗ്യവാനായിരുന്നു ഞാൻ. ആ പൈതൃകത്തിൽ ചെറിയൊരു ഭാഗം പോലും നഷ്ടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതോടൊപ്പം ഞാനൊരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞു,
ഇന്ത്യൻ ദേശീയത എന്ന അവിഭാജ്യ ഘടകം, ആ ഐക്യം എൻ്റെ ഭാഗമാണ്. ആ ഒരു ഘടന ഞാനില്ലാതെ അപൂർണമാണ്. ഈ ഒരു മഹത്തായ കെട്ടിടത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന ഘടകമാണ് ഞാനെന്ന് അവരോട് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ഈ ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അദ്ദേഹം പറഞ്ഞ ഈ ഒരു വാക്കിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇദ്ദേഹത്തിന്റെ വിരോധിയായിരുന്ന MA ജിന്ന എന്ന വ്യക്തി അദ്ദേഹത്തെ കോൺഗ്രസ് ഷോബോയ് എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ ദേശീയ അഖണ്ഡതയുടെ ഈ ചാമ്പ്യൻ 1958 ഫെബ്രുവരി 22 ഹൃദയാഘാതം മൂലം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ മരണ ദിവസമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ഇന്നും ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ഭാരതരത്ന വരെ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മൗലാന അബുൽ കലാം ആസാദിനെ ഇപ്പോൾ ചരിത്രത്തിൽ നിന്നും വെട്ടിമാറ്റപ്പെടുന്ന ഒരു സാഹചര്യം കടന്നു വരികയാണ്. നാം ഏറെ പഠിക്കാനുണ്ട് ഈ മഹാമനീഷിയെക്കുറിച്ച്. ഇപ്പോൾ സമയം ദീർഘിച്ചതിനാൽ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്നും എല്ലാ മനുഷ്യ ഹൃദയാന്തരങ്ങളിലും അണയാത്ത ഒരു ദീപമായി ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന, എന്നാൽ പരാമർശിക്കപ്പെടാത്ത ഒരു വ്യക്തിത്വമാണ് മൗലാന അബുൽ കലാം ആസാദ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.